ഗുഡ് മോർണിംഗ്. നമ്മുടെ 15ാമത്തെ ചാപ്റ്ററായ വേവ്സിലെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു. അത് മെയിനായിട്ട് വേവ് ഇക്വേഷൻസ്, സ്റ്റേഷനറി വേവ്, ക്ലോസ്ഡ് പൈപ്പിൽ എങ്ങനെയാണ്, ഓപ്പൺ പൈപ്പിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോ കാണുക കേട്ടോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നോക്കി ആ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം: ദ പിച്ച് ഓഫ് ദ സൈറൻ ഓഫ് എ ഫയർ എഞ്ചിൻ ഇൻക്രീസസ് ആസ് ഇറ്റ് അപ്രോച്ചസ് എ ബോയ് സ്റ്റാൻഡിംഗ് അറ്റ് ബസ് സ്റ്റോപ്പ്. എ, the phenomenon behind it is due to dash: Doppler effect, standing wave, Newton's law of cooling, resonance. B part, obtain a general expression for the apparent frequency of the siren as heard by the boy. ഓക്കെ, അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ ആദ്യത്തെ ആ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക്? തൊട്ട് താഴെ അല്ലേ ഒരു അപ്പാരൻ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം ആ ഫിനോമിനൻ ഏതാണെന്ന് അല്ലേ. ഡോപ്ലർ എഫക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഈ രീതിയിൽ വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അതായത് ഒരു സോഴ്സ് ഓഫ് സൗണ്ടും അത് കേൾക്കുന്നയാളും തമ്മിൽ ഒരു ആപേക്ഷിക ചലനം ഉണ്ടെങ്കിൽ ആ സോഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ശരിയായ ഫ്രീക്വൻസി അല്ല നമ്മുടെ ലിസണറിന് കിട്ടുക. അങ്ങനെ ആ ചേഞ്ച് വരുന്നതിനെ നമ്മൾ പറയുക അപ്പാരൻ്റ് ചേഞ്ച് അല്ലെങ്കിൽ അപ്പാരൻ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയും. നമുക്ക് തോന്നുകയാണ്, ആക്ച്വലി അവിടെ ചേഞ്ച് ഒന്നുമില്ല, ആ റിലേറ്റീവ് മോഷൻ കാരണം നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ, അതായത് ഡോപ്ലർ എഫക്റ്റ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ദി അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ക്ലിയർ ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ദ ലിസ്ണർ. അപ്പോൾ ഡെഫിനിഷൻ നോട്ട് നോക്കിയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ബി പാർട്ട്, ആ ഡെറിവേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു അപ്പാരൻ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻ നോക്കാം. ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസിയാണെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് അപ്പാരൻ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് ആ മാറ്റം തോന്നുന്ന ഫ്രീക്വൻസി. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട്. വി എൽ കാണിക്കുന്നത് വെലോസിറ്റി ഓഫ് ലിസ്ണർ എന്ന് വെച്ചാൽ കേൾക്കുന്നയാൾ. വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് സോഴ്സ്, ആ ശബ്ദം ഉണ്ടാക്കുന്ന ഉറവിടം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മൾ ആ സോഴ്സ് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് നമുക്കൊരു ചേഞ്ച് തോന്നും. ആ ചേഞ്ചിനെ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? റിലേറ്റീവ് വെലോസിറ്റി എന്നല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എങ്ങനെയായിരിക്കും? വി മൈനസ് വി എസ് അല്ലേ. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എഴുതാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ വി മൈനസ് വി എസ്. അപ്പോൾ ഈ വെലോസിറ്റി ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വേവ് ലെങ്ത്തിൽ നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യും. അതാണ് അപ്പാരൻ്റ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്നാണ്. വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയണം. വി ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ ഡാഷ് എന്നാണ് അപ്പാരൻ്റ് വേവ് ലെങ്ത്തിന് കൊടുക്കുന്നത്. ഈക്വൽ ടു വെലോസിറ്റിയുടെ പൊസിഷനിൽ റിലേറ്റീവ് വെലോസിറ്റിയാണ് കൊടുക്കുക, വി മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ എഫ്. അത് ഒറിജിനലാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസി. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയത് ക്ലിയർ ആയോ? ഇനി ഇവിടെ ലിസ്ണറും മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കൂ വിത്ത് എ വെലോസിറ്റി വി എൽ. അങ്ങനെയാണെങ്കിൽ ആ സൗണ്ടിൻ്റെ പ്രവേഗത്തിന് അത് കാരണവും ഒരു മാറ്റം വരും. അപ്പോൾ അവിടെ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസ്ണർ എഴുതുമ്പോൾ വി മൈനസ് വി എൽ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലിസ്ണറിന്
ഒരു വേഗത ഉണ്ടായതുകൊണ്ടാണ് അവിടെ ആ ഒരു റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നത്. ലിസ്ണർ റെസ്റ്റിലാണെങ്കിൽ അവിടെ 0 എന്നാണ് വരിക അല്ലേ. അപ്പോൾ v എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ലിസ്ണറിലേക്ക് എത്തുന്ന ഫ്രീക്വൻസി, അതായത് അപ്പാരന്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഈക്വൽ ടു ഇപ്പം നമ്മൾ എഴുതിയ വെലോസിറ്റി എന്ന് വെച്ചാൽ v മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ്. ഇനി ലാംഡ ഡാഷ് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലാംഡ ഡാഷിന് അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? താഴെയാണ് ലാംഡ ഡാഷ് അല്ലേ. അപ്പോൾ v മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ എഫ് എന്നുള്ളത് ആ എഫ് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഫൈനലായിട്ട് എഴുതി കഴിഞ്ഞാൽ എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ അപ്പാരന്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ ഇക്വേഷൻ. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ പല രീതിയിൽ മാറ്റങ്ങൾ വരാം. എങ്ങനെയൊക്കെയാണ്? ചിലത് ലിസ്ണർ റെസ്റ്റിലായിരിക്കും, ചിലത് സോഴ്സ് റെസ്റ്റിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ആ വി എൽ 0 എന്ന് കൊടുക്കേണ്ടി വരും, വി എസ് എന്ന് പറയുന്നത് 0 എന്ന് കൊടുക്കേണ്ടി വരും. ഇനി നമ്മളൊരു സൈൻ കൺവെൻഷൻ ഉപയോഗിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ സോഴ്സ് ലിസ്ണറിൻ്റെ അടുത്തേക്ക് വരാം, ചിലപ്പോൾ സോഴ്സ് എന്ത് ചെയ്യാം? അകന്ന് പോവാം. അതേപോലെ ചിലപ്പോൾ ലിസ്ണർ സോഴ്സിൻ്റെ അടുത്തേക്ക് പോവാം, ലിസ്ണർ അകന്ന് പോവാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യണം. അതായത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവ് വെലോസിറ്റി എന്ന് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ആ കൺവെൻഷൻ ഫോളോ ചെയ്ത് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കണ്ടീഷൻസിനുള്ള ഫ്രീക്വൻസി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ലിസ്ണർ നിൽക്കുന്നു, ഒരു ട്രെയിൻ ഒരാളുടെ നേരെ വരുന്നു. ഓക്കെ, അപ്പോൾ ലിസ്ണർ റെസ്റ്റിലാണ്, ട്രെയിൻ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ സോഴ്സ് ലിസ്ണർ എന്ന് വരച്ച് നോക്കുക. എന്നിട്ട് റൈറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക, ലെഫ്റ്റിലേക്ക് വരുന്നത് നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് പ്രോബ്ലംസ് വരുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഇപ്പം നമ്മൾ പറഞ്ഞ അപ്പാരന്റ് ഫ്രീക്വൻസിയിൽ നിന്ന് വരുന്നൊരു പ്രോബ്ലമാണ്. എ വുമൻ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 25 meter per second. She is moving away from a source producing a sound of 512 Hz. A. Calculate the frequency of sound heard by her. Clear? Speed of sound in air equal to 340 meter per second. B. Name the phenomenon that explains this variation in frequency. C part. Draw the second harmonic of an open pipe, both end open. Mark dot and antinode in the figure. Okay, അപ്പോൾ ആക്ച്വലി എപ്പോഴും ഇങ്ങനെ അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർബൈ ഉണ്ടാകുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിനോമിനൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ബി പാർട്ട് നെയിം ദ ഫിനോമിനൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഇനി എ പാർട്ടിൻ്റെ ആൻസർ നമ്മളോട് ആ ഒരു പ്രോബ്ലം പോലെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഡെറിവേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ അപ്പാരന്റ് ഫ്രീക്വൻസി. ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പാരന്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇവിടെ വി എസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, സോഴ്സ് അനങ്ങുന്നില്ല. വി എൽ ഈക്വൽ ടു 25 meter per second, ആ വുമൻ്റെ സ്പീഡ്. വി വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട് 340 meter per second. എഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസിയാണ് 512 Hz. അപ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി കണ്ടൂടെ? നേരിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 474.4 Hz, 474.4 Hz. ഓക്കെ, ബി പാർട്ടിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡോപ്ലർ എഫക്റ്റ് ആണ്. ഇനി ഓപ്പൺ പൈപ്പിലാണെങ്കിലും ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിലും ഒരു സ്ട്രിങ്ങിലെ ആണെങ്കിലും സ്റ്റേഷനറി വേവ്സിൻ്റെ ഡയഗ്രാം പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് വരയ്ക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തായാലും നിർബന്ധമായിട്ട് അത് വരച്ച് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ പൈപ്പാണ് ചോദിച്ചുള്ളത്, ബോത്ത് എൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഷ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഒരു പൈപ്പിൻ്റെ ഓപ്പൺ എൻഡിൽ എപ്പോഴും ആൻറ്റി നോഡേ വരുള്ളൂ. ക്ലിയർ? ക്ലോസ്ഡ് എൻഡിൽ നോഡാണ് വരിക. ഇവിടെ നമുക്ക് ബോത്ത് എൻഡ് ഓപ്പൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡിൽ ആൻറ്റി നോഡ്. പിന്നെ നമുക്ക് നോഡുകൾ മാർക്ക് ചെയ്യുന്നത് എവിടെയാണ്? 0 ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ഹാർമോണിക് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വരയ്ക്കുന്നത്. ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ രണ്ടറ്റത്ത് ആൻറ്റി നോഡും സെൻറ്ററിൽ ഒരു നോഡുമാണ് വരിക. ക്ലിയർ? സെക്കൻഡ് ഹാർമോണിക് ആകുമ്പോൾ രണ്ട് നോഡുകൾ വന്നു എന്ന് മാത്രം. ക്ലിയർ ആയോ? അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നീട്ടി വലിച്ച് പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാംസ് ദ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ ദ കേസ് ഓഫ് എയർ ഇൻ എൻ ഓപ്പൺ ട്യൂബ്. അപ്പോൾ ഓപ്പൺ പൈപ്പിലെ വൈബ്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇത് ഫോർമേഷൻ ഓഫ് സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് എന്നുള്ള രീതിയിലും ഈ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഓപ്പൺ പൈപ്പിലെ മോഡ് ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പിലെ സ്റ്റേഷനറി വേവ്സ്, സ്റ്റാൻഡിങ് വേവ്സ് എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ ഈ ഒരു ഒറ്റ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. വിത്ത് ഡയഗ്രമാണ് നമ്മൾ അത് ചെയ്യുന്നത്. ക്ലിയർ? നോക്കൂ, ആൻസറിലേക്ക് വരാം. അപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞിരുന്നു ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡ്, ക്ലോസ്ഡ് എൻഡിൽ നോഡ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വൈബ്രേഷൻ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുക ആ രണ്ട് അറ്റത്ത്, അല്ലേ? ഓപ്പൺ ആയതുകൊണ്ട് അവിടെ ആൻറ്റി നോഡും സെൻറ്ററിൽ ഒരു നോഡും. അപ്പോൾ നമ്മുടെ ആ പൈപ്പിൻ്റെ ലെങ്ത്ത് ലാംഡയിലേക്ക് റിലേറ്റ് ചെയ്യുമ്പോഴെങ്ങനെയാണ് വരിക? L = λ/2, അല്ലേ? ഒരു വേവിൻ്റെ പകുതിയല്ലേ വരുന്നത്, ഒരു പകുതി വേവ് ലെങ്ത് ആണ്. അപ്പോൾ λ = 2L എന്ന് കിട്ടും. ഇനി ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? V/λ. അപ്പോൾ V/2L. ഈ കിട്ടുന്നതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുക ഫസ്റ്റ് ഹാർമോണിക് എന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ, മാഷ് കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പൺ പൈപ്പിൽ നമുക്ക് V/2L എന്നാണ് കിട്ടുന്നതെങ്കിൽ ക്ലോസ്ഡ് പൈപ്പിൽ V/4L എന്നാണ് കിട്ടുക. അതായത് ക്ലോസ്ഡ് പൈപ്പിലുള്ള ഫ്രീക്വൻസിയുടെ, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഡബിളാണ് ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പോൾ അത് ഓപ്പൺ പൈപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് കേട്ടോ, ഒരു ബെനിഫിറ്റും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലെല്ലാം ഓപ്പൺ പൈപ്പ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത് നേരത്തെ മാഷ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മോഡ് ആകുമ്പോൾ, അല്ലേ, നേരത്തെ ഒരു നോഡാണ് സെൻറ്ററിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ രണ്ട് നോഡ് വരുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഫുൾ വേവ് വന്നില്ല ഇതിനകത്ത്, അല്ലേ? അപ്പോൾ L = λ എന്നാണ് വരിക. അതായത് λ = L തന്നെ. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ V/λ എന്ന് വന്നു. ആ V/L എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2 times V/2L എന്ന് എഴുതിക്കൂടെ, അല്ലേ? അപ്പോൾ ആ V/2L എന്ന് പറയുന്നത് എന്തായിരുന്നു? F1 ആണ്. അപ്പോൾ =2F1. ദിസ് ഈസ് ദ സെക്കൻഡ് ഹാർമോണിക്. ഇങ്ങനെ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ ഓവർടോൺ എന്നാണ് പറയുക, അല്ലേ? ഫസ്റ്റ് ഓവർടോൺ. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഡയഗ്രാം വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഇനി തേർഡ് മോഡ് എന്ന് പറയുമ്പോഴേക്കും 3 നോഡുകൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്താലും മതി, അല്ലേ? ഫണ്ടമെൻ്റൽ മോഡിൽ ഒറ്റ നോഡ് സെൻറ്ററിൽ, സെക്കൻഡ് മോഡിൽ 2 നോഡുകൾ വന്നു, തേർഡ് മോഡിൽ 3 നോഡുകൾ ബിറ്റ്വീൻ വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, L എന്ന് പറയുന്നത് എത്ര ടൈംസാണ് വരുന്നത്? 3λ/2 ആയിട്ട് വന്നു, അല്ലേ? 3 പോർഷൻസ് ആയിട്ട് വരുന്നില്ലേ? 3λ/2. അപ്പോൾ λ = 2L/3. അപ്പോൾ അതിൽ നിന്ന് ഫ്രീക്വൻസി F3 = V/λ = 3 times V/2L എന്നാണ് വരിക. മനസ്സിലായോ? ഇത് ലാംഡയ്ക്ക് പകരം 2L/3 എന്നല്ലേ കൊടുക്കുക. അപ്പോൾ ആ 3 മുകളിലോട്ട് പോയി. അപ്പോൾ 3 times F1. ദിസ് ഈസ് ദ തേർഡ് ഹാർമോണിക് ഓർ സെക്കൻഡ് ഓവർടോൺ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മളോട് റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ചോദിക്കുകയാണെങ്കിൽ
ആദ്യത്തെ നമുക്ക് F1 എന്ന് കിട്ടി, രണ്ടാമത്തത് 2F1 എന്ന് കിട്ടി, മൂന്നാമത്തത് 3F1 എന്ന് കിട്ടി. അപ്പോൾ റേഷ്യോ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും? 1:2:3. ഓക്കെ, അതായത് ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആണ്. അതും ഓപ്പൺ പൈപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അതായത് 1 കഴിഞ്ഞാൽ പിന്നെ 3 ആണ് ഉണ്ടാവുക, 3 കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ എപ്പോഴും കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻസ് ക്ലിയർ ആയില്ലേ? ആ ഡയഗ്രാം വരച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഷോ ദാറ്റ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഈസ് ട്വൈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് ഓഫ് ദ സെയിം ലെങ്ത്. തൊട്ടു മുമ്പ് മാഷ ഡെറിവേഷൻ്റെ കൂടെ പറഞ്ഞു പോയൊരു കാര്യമാണ് ഇപ്പോൾ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും ക്ലോസ്ഡ് പൈപ്പിലെ സെയിം ലെങ്ത്തുള്ള ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും തമ്മിലൊരു കമ്പാരിസൺ. അത് ട്വൈസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ മാഷ് ഇവിടെ ആൻസർ കാണിച്ചു തന്നിട്ടുണ്ട്. കൂടുതൽ ഇനി വിശദീകരിച്ച് ബോറടിപ്പിക്കുന്നില്ല. തൊട്ടു മുമ്പ് നമ്മൾ ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും പറഞ്ഞു. F1 = V/2L എന്നാണ് ഓപ്പൺ പൈപ്പിൽ കിട്ടുന്നത്, V/4L എന്നാണ് ക്ലോസ്ഡ് പൈപ്പിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ എൻ ഓപ്പൺ പൈപ്പ് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്. ക്ലിയർ? അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. അതായത് ഇത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്, 2-3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഡയഗ്രാം നിർബന്ധമാണ്, അതും വരച്ച് വയ്ക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Where will a man hear a louder sound in the case of a stationary wave, node or antinode? Why? അതായത് ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നത് എവിടെയായിരിക്കും? ഒരു സ്റ്റേഷനറി വേവിൽ എവിടെയായിരിക്കും? നോഡിലാണോ ആൻറ്റിനോഡാണോ? ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എന്തിൻ്റെ ആണെങ്കിലും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിനാണ് പ്രൊപ്പോർഷണലായിട്ട് വരുന്നത്. അപ്പോൾ എവിടെയായിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ? നോഡും ആൻറ്റിനോഡും ഓർമ്മയുണ്ടോ? നോഡ് എന്ന് പറയുന്നത് 0 ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിന്റുകളാണ്. ആൻറ്റിനോഡ് എന്ന് പറയുന്നതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരിക? പറയൂ. അതായത് സ്റ്റേഷനറി വേവിൽ എവിടെയാണ് ശബ്ദം ലൗഡർ ആവുന്നത്, ലൗഡർ സൗണ്ട് കേൾക്കുന്നത്? ആൻറ്റിനോഡിൽ. എന്തുകൊണ്ടാണ് പറയുക? മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അറ്റ് ആൻറ്റിനോഡ്സ് ബിക്കോസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് മാക്സിമം അറ്റ് ദ ആൻറ്റിനോഡ്സ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. എ സ്റ്റുഡൻറ് പ്ലഗ്സ് at the center of a stretched string and observes the wave pattern produced. A. What type of wave is produced in the string? B. Plot the above wave pattern pictorially. Label the nodes and antinodes on the pattern. അതായത് സ്റ്റുഡൻറ്റ് പ്ലക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേടുക. ഓക്കെ, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്, നല്ല വലിച്ചു പിടിച്ചൊരു സ്ട്രിങ്ങിൽ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന വേവ് പാറ്റേൺ എന്താണ്? എന്തായിരിക്കും? സ്റ്റേഷനറി വേവാണ് അതിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ എ പാർട്ട് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താ വരിക? സ്റ്റേഷനറി വേവ്. ഇനി ബി പാർട്ട്, പ്ലോട്ട് ദി എബവ് വേവ് പാറ്റേൺ പിക്ചോറിയലി. ലേബൽ ദ നോട്ട്സ് ആൻഡ് ആൻറ്റി നോട്ട്സ് ഓൺ ദി പാറ്റേൺ. വരച്ചൂടെ? ഓക്കെ, അപ്പോൾ ഇത് രണ്ട് എൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? നോഡാണ് വരിക, ബാക്കിയുള്ളിടത്താണ് ആൻറ്റിനോഡ് വരിക. അപ്പോൾ ആ രീതിയിലൊരു സ്റ്റേഷനറി വേവ് വരയ്ക്കുക. അത് തൊട്ട് മുമ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, പഴയ വീഡിയോയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവരെന്തായാലും അത് കാണണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ത്രൂ എ മെറ്റീരിയൽ മീഡിയം ഡ്യൂ ടു റിപ്പീറ്റഡ് പീരിയോഡിക് മോഷൻ. ഒരു വേവ് മോഷൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ട്രാൻസ്വേഴ്സ് വേവ്സ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ഗ്യാസസ്. വൈ? രണ്ട്, വാട്ട് വാസ് ദി കണ്ടീഷൻ അസ്യൂംഡ് ബൈ ലാപ്ലേസ് ഇൻ കറക്റ്റിംഗ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്? റൈറ്റ് ദ ന്യൂട്ടൺസ് ലാപ്ലേസ് ഇക്വേഷൻ. ബി പാർട്ട്, a source of sound of frequency 256 Hz is in between a listener and a wall. If the source is moving towards the wall with a velocity of 5 meters per second,
how many beats per second will be heard if the sound travels with a speed of 330 meter per second. അപ്പോൾ ഈ ബി പാർട്ടിൽ ഈ പ്രോബ്ലം കുറച്ചൊന്ന് കടുകട്ടിയാണ്. ക്ലിയർ, കുറച്ചൊന്ന് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചോദിച്ചുള്ളത്. 2009 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എ പാർട്ടിൽ 2 ഭാഗങ്ങളുണ്ടല്ലോ, അത് നോക്കാം. ഇപ്പോൾ വേവ് പ്രൊപ്പഗേഷൻ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന് ചോദിച്ചുള്ളത് ട്രാൻസ്വേഴ്സ് വേവ്സ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ഗ്യാസസ്. വൈ? ട്രാൻസ്വേഴ്സ് വേവ്സ്, ഇത് മെക്കാനിക്കൽ വേവ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മെക്കാനിക്കലാണ്. ആ മെക്കാനിക്കൽ വേവ്സിൽ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്വേഴ്സ് വേവ് ഗ്യാസസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ക്രസ്റ്റ് ആൻഡ് ട്രഫായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ ആ മീഡിയത്തിന് ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഷേപ്പ് വേണം. നമ്മൾ പല റിജിഡിറ്റി മോഡുലേഴ്സ്, ബൾക്ക് മോഡുലേഴ്സ്, യങ്സ് മോഡുലേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡുലേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി വേണം. ഓക്കെ, റിജിഡിറ്റി ഓഫ് മോഡുലേഴ്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ റീസൺ. എ പാർട്ടിൽ ഒന്നാമത്തെ ആൻസർ പറയുക, ദേ ഡു നോട്ട് ഹാവ് മോഡുലേഴ്സ് ഓഫ് റിജിഡിറ്റി, ദെയർഫോർ ദ ട്രാൻസ്വേഴ്സ് വേവ്സ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ഗ്യാസസ്. അത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഷേപ്പ് എന്നും പറയും കേട്ടോ. ഇനി ബി പാർട്ട് ഇത് ശരിക്കും ന്യൂട്ടൺ ലാപ്ലേസ് ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻസ് എന്തായാലും ഓർത്ത് വെക്കണം. അവിടെ ഓർമ്മയുണ്ടോ? ന്യൂട്ടൺ ഒരു ഇക്വേഷൻ എഴുതി, അപ്പോൾ അത് പ്രാക്ടിക്കലി ചെറിയൊരു എറർ വന്നു, അത് ലാപ്ലേസ് കറക്റ്റ് ചെയ്തു, ലാപ്ലേസ് ഒരു ഇക്വേഷൻ ഫോർവേഡ് ചെയ്തു, അതാണ് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ റിയൽ വാല്യൂ ആയിട്ട് ഒത്തുപോയത് അല്ലേ. അതായത് ന്യൂട്ടൺ ഒരു മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ഗ്യാസിലൂടെ സൗണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമലായിട്ടാണ് അസ്യൂം ചെയ്തത്. ബട്ട് ലാപ്ലേസ് കൺസിഡേർഡ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് ആസ് അഡയാബാറ്റിക് പ്രോസസ്. ക്ലിയർ? അപ്പോൾ അവിടെ ലാപ്ലേസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ്സ് എന്നാണ് പറയേണ്ടത്. ന്യൂട്ടൺ എങ്ങനെയാണ് കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഐസോതെർമൽ ഓർമ്മയുണ്ടോ? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാലോ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ, ഇത് ചെറിയൊരു ഡെറിവേഷൻ എന്നാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്നാണ് വരിക. ഇവിടെ ആ ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്, സി പി ബൈ സി വി. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ വിശദമായിട്ടത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. പി എന്ന് പറയുന്നത് പ്രഷർ, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നേരിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. ഇനി ബി പാർട്ടാണ് കുറച്ച് ഇല്ലേ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മളോട് ആ ചോദ്യം വരുന്നത്, ആ പ്രോബ്ലം വരുന്നത്. ഓക്കെ, പക്ഷേ ആ ചോദ്യം ഒന്നും കൂടെ കാണിച്ചു തരാം. ബി പാർട്ട് മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 256 ഹെർട്സ്, ഒരു സോഴ്സ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ലിസ്ണർ ആൻഡ് എ വാൾ. കേൾക്കുന്നയാളും ഒരു ചുമരും അല്ലേ, അതിൻ്റെ ഇടയ്ക്കാണ് ഈ സോഴ്സ് ഇരിക്കുന്നത്. ഇഫ് ദ സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ദ വാൾ, ആ സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വാളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലിസ്ണറിന് അകന്ന് പോവുകയാണ് ആക്ച്വലി. വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. ഹൗ മെനി ബീറ്റ്സ് പെർ സെക്കൻഡ് വിൽ ബി ഹേർഡ്? എത്ര ബീറ്റ്സ് ആണ് അല്ലെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്നാണ് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡിനെയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വിൽ ബി ഹേർഡ് ഇഫ് ദ സൗണ്ട് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 330 മീറ്റർ പെർ സെക്കൻഡ്. സൗണ്ടിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ്? നമുക്ക് 2 ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ച് ആണ് ആക്ച്വലി ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സോഴ്സ് ലിസ്ണറിൽ നിന്ന് വാളിലേക്ക് പോകുമ്പോഴും ഒരു ചേഞ്ച് വരുന്നുണ്ട്, ആ വാളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ഒരു ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. വെൻ ദ സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ദ വാൾ, ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ ലിസ്ണർ. ഇൻ ദിസ് കേസ് ഫോർ ദ ഡയറക്റ്റ് സൗണ്ട് ദി അപ്പാരൻറ്റ് ഫ്രീക്വൻസി. ക്ലിയർ? അതായത് ആ നേരിട്ടുള്ള ശബ്ദത്തിൻ്റെ കേസിൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ ഇവിടെ മാഷ് പറഞ്ഞിരുന്നു നമ്മൾ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ എടുക്കുന്നത് ഒരു ഓർഡറിലാണ്.
അതായത് സോഴ്സ് ആദ്യവും പിന്നെ ലിസണർ എന്ന് പറയുമ്പോൾ സോഴ്സ് അടുത്തേക്ക് വരുമ്പോഴാണ് പിന്നെ പോസിറ്റീവ്, അകന്നു പോകുമ്പോൾ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. ക്ലിയർ? അപ്പോൾ എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഇൻറ്റു നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്നാണ്. ഇവിടെ വി എൽ റെസ്റ്റിലാണ് അല്ലേ, 0 ആണ്. അപ്പോൾ മൈനസ് മൈനസ് വി എസ് എന്ന് കൊടുക്കുമ്പോഴാണ് അവിടെ വി പ്ലസ് വി എസ് എന്ന് വന്നത്. ഇനി വാല്യൂസ് നമുക്ക് നേരിട്ട് അറിയാം. എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 252.2 ഹെർട്സ് എന്നാണ്. ഇനി ഇതേ ശബ്ദം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചുമരിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിന് എങ്ങനെയാണ്? പോസിറ്റീവ് എന്നുള്ള രീതിയിലല്ലേ വരിക? ഓക്കെ, ലിസണറുടെ അടുത്തേക്കല്ല ആ ശബ്ദം വരുന്നത്. അപ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്, ബട്ട് താഴെ വരുന്നത് വി മൈനസ് വി എസ് തന്നെയാണ്. അപ്പോൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 259.9 ഹെർട്സ് എന്നാണ്. അപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞു ബീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്രീക്വൻസി ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡിഫറൻസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് 7.7 എന്നാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ബീറ്റ്സ് എന്നാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബീറ്റ് ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും രണ്ട് ഫ്രീക്വൻസി എന്നിട്ട് വാട്ട് ഈസ് എ ബീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Nobody can imagine a world without sound. Sound is a part of our life. Music, ripples, echoes, etc. have a lot of applications. A. Can you say how a bat can ascertain directions and distances without eyes? ഒരു ബാറ്റിന് എങ്ങനെയാണ് കണ്ണുകൾ ഇല്ലാതെ ഈ ശബ്ദം പിന്നെ കേട്ടിട്ട് ദൂരം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വഴിയിലൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തന്നെ കേട്ട് പരിചയമുള്ളതാണ് അല്ലേ. ബി. ഡോക്ടേഴ്സ് യൂസ് എൻ അൾട്രാസോണിക് സ്കാനർ ടു ഡയഗ്നോസ് ട്യൂമർ ടിഷ്യൂസ് ഇഫ് the frequency of the scanner is 4.2 megahertz and the speed of sound wave in the tissue is 1.7 kilometer per second. Find the wavelength of the wave. C part. Obtain the equation of a standing wave. Then plot it to locate the nodal and antinodal points. ഇതിൽ ബി പാർട്ടിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിക്കും. ആക്ച്വലി ഒന്നുമില്ല. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസിയും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ അറിയേണ്ട ഇക്വേഷൻ വി ഈക്വൽ ടു എഫ് ലാംഡ, എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ, ആ രീതിയിലുള്ള ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ചെയ്യാൻ അറിയണം. ഇപ്പോൾ ഫ്രീക്വൻസിയും വെലോസിറ്റിയും തന്ന് വേവ് ലെങ്ത് ചോദിക്കുമ്പോൾ വി ബൈ എഫ് അല്ലേ, അല്ലെങ്കിൽ എഫ് ആണ് ചോദിക്കുന്നെങ്കിൽ വി ബൈ ലാംഡ, വി ആണ് ചോദിക്കുന്നെങ്കിൽ എഫ് ഇൻറ്റു ലാംഡ. ഓക്കെ, ഇനി എ പാർട്ടിൻ്റെ നമ്മൾ എങ്ങനെയാണ് പറയുക? ആൻസർ നോക്കൂ. എ പാർട്ട്. ബാറ്റ് പ്രൊഡ്യൂസേഴ്സ് ultrasonic waves which reflect from the obstacles and are properly sensed. Clear? ആ റിഫ്ലക്ഷൻ സെൻസ് ചെയ്തിട്ടാണ് അത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ വഴിയിൽ ഒബ്ജക്ട്സ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ രീതിയിൽ എഴുതുക കേട്ടോ. ബി പാർട്ട് പക്ഷെ നേരത്തെ പറഞ്ഞു ഈ മെഗാ ഹെർട്സ് എന്ന് പറയുമ്പോൾ എത്രയാ? മെഗാ 10⁻6 ആണ്. അപ്പോൾ ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിലോ എന്നുള്ളത് മാറ്റം 10⁻3 ആണ്. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 0.4 ഇൻറ്റു 10⁻³ മീറ്റർ എന്നാണ് കിട്ടുക. ഇനി സി പാർട്ട് ഒരു സ്റ്റേഷനറി വേവിനുള്ള ഇക്വേഷനാണ് എഴുതാൻ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് പ്രോഗ്രസീവ് വേവ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? റിസൾട്ടൻ്റ് വേവ് എന്തായിട്ട് മാറുക? സ്റ്റേഷനറി വേവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ y1 ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് വിചാരിക്കുക. ഇനി നെഗറ്റീവ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് y2 ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു y1 പ്ലസ് y2. ഇത് എക്സാമിന് എഴുതുമ്പോൾ ഇത്രയും മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിലേക്കൊന്നും മാഷ് ഇപ്പോൾ കിടക്കുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ ക്ലാസ് ടൈമിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ വിൽ ഗെറ്റ് മാർക്ക്. അപ്പോൾ y ഈക്വൽ ടു y1 പ്ലസ് y2, അതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് 2a സൈൻ kx
കോസ് ഒമേഗ ടി എന്നാണ് കിട്ടുക. ഇതാണ് ഒരു സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഒമേഗ ടി മൈനസ് കെ എക്സ് അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് പറയുന്നൊരു ടേം ഉണ്ടാകുമ്പോഴാണ് അത് ട്രാവലിംഗ് ആയിട്ട് മാറുന്നത്. എപ്പോഴും ഇക്വേഷൻസ് വന്നിട്ട് ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് ടൈം ഫാക്ടർ വരുന്ന ഒരു ടേം ഇല്ലെങ്കിൽ അതൊരു സ്റ്റേഷനറി വേവ് ആയിരിക്കും അല്ലേ. ഇവിടെ കെ എക്സ് എന്ന് പറയുന്നത് സൈൻ ഫാക്ടറും സൈൻ്റെ കൂടെയും ടൈം എന്ന് പറയുന്ന ഒമേഗ ടി കോസിൻ്റെ കൂടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. ഇനി അത് വരച്ച് നോഡും ആൻറ്റിനോഡും മാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ അല്ലേ തവണ നമ്മളിപ്പം സ്റ്റേഷനറി വേവ്സ് വരച്ചു. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് 0 ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻറ്റും ആൻറ്റിനോഡ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിൻറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. Depending on the direction of the displacement caused in the medium and that of direction of propagation, we can have transverse and longitudinal waves in solids, but we can have only longitudinal waves in fluids. Why? ഇത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ക്ലിയർ? ട്രാൻസ്വേഴ്സ് വേവ് എന്തുകൊണ്ട് ഗ്യാസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ മറ്റൊരു ചോദ്യമാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് മാത്രമേ ഫ്ലൂയിഡിലുള്ളൂ. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഗ്യാസും ലിക്വിഡും വരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഫ്ലൂയിഡ് ഡു നോട്ട് പൊസസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ഇല്ല, അതുകൊണ്ടാണ്. therefore transverse waves cannot be propagated through fluids. thus we can have only longitudinal waves in fluids. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. if the apparent frequency of the whistle of an engine changes in the ratio 5:4 as the engine passes a man at rest in the railway station, find the velocity of the train. The velocity of sound is 340 meter per second. ഇതൊരു കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എന്തായിരുന്നു ചോദ്യം? ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. അയാളെ പാസ് ചെയ്ത് പോകുന്നൊരു എൻജിൻ. അപ്പോൾ ആ എൻജിൻ അടുത്തേക്ക് വരുമ്പോഴുള്ള ഫ്രീക്വൻസി ആയിരിക്കില്ല അയാൾ വിട്ടു പോകുമ്പോൾ അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു അപ്പാരൻ്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് ആണ് അല്ലേ? അതായത് ആ ചേഞ്ച് ഇത്ര റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാ? 5:4. അങ്ങനെയാണെങ്കിൽ ആ എൻജിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ ഡോപ്ലർ എഫക്റ്റ് എന്ന് വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയും നമുക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് സൗണ്ടിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസിയാണെന്ന് വിചാരിക്കുക. വി എസ് വെലോസിറ്റി ഓഫ് എൻജിൻ, വി എൽ വെലോസിറ്റി ഓഫ് മാൻ. അയാളാണ് ലിസണർ അല്ലേ? പക്ഷേ അയാൾ റെസ്റ്റിലായതുകൊണ്ട് അത് 0 എന്നല്ലേ കിട്ടുക. അപ്പോൾ വി എൽ ഈക്വൽ ടു 0 എന്നാണ്. ഇനി F1 and F2 be the apparent frequencies when engine passes the man. അയാളുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള ഫ്രീക്വൻസി F1 ആണെന്ന് വിചാരിക്കുക, അയാൾ വിട്ടു പോകുമ്പോൾ F2 ആണെന്ന് വിചാരിക്കുക. ഇനി ചോദ്യത്തിൽ ഓൾറെഡി വി ഹാവ് ഗിവൺ F1 ഡിവൈഡഡ് ബൈ F2 ഈസ് ഈക്വൽ ടു 5/4. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസിലുള്ള അപ്പാരൻറ്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. വി എൽ എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? F1 ഈസ് ഈക്വൽ ടു F ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ് എന്നാണ് വരിക. അവിടെ വി എൽ 0 ആണ്, വി എസ് ഇയാളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് പോസിറ്റീവായിട്ടാണ് എടുക്കുക, അതുകൊണ്ട് വി മൈനസ് വി എസ് തന്നെയാണ് വരിക. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു F ഇൻറ്റു 340 ഡിവൈഡഡ് ബൈ 340 മൈനസ് വി എസ്. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി വെൻ ദ എൻജിൻ മൂവ്സ് അവേ ഫ്രം ദ മാൻ, അപ്പോഴും വി എൽ 0 തന്നെയാണ് കേട്ടോ. ബട്ട് മൂവ്സ് അവേ എന്ന് പറയുമ്പോൾ ആ വി എസിന് നമ്മൾ മൈനസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ മൈനസ് മൈനസ് എന്നുള്ളതാണ് ആ താഴെ പ്ലസ് ആവാനുള്ള കാരണം. ക്ലിയർ ആയോ? അപ്പോൾ F2 ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എസ്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇക്വേഷൻ 2 എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇതിൽ ആ എഫ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? വി എസ് നമുക്ക് കണ്ടൂടെ? അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വെലോസിറ്റി ഓഫ് എൻജിൻ വി എസ് ഈക്വൽ ടു 37.7 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റിൽ നിന്ന് പല രീതിയിൽ പ്രോബ്ലംസ് വരുന്നുണ്ട് കേട്ടോ, ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനുള്ള ഇക്വേഷൻ എഴുതുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ
ഏത് ഇക്വേഷൻ വേണമെങ്കിലും എഴുതാം. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിൻ്റെ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ്റെ വേവിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഫോർ എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഈസ് ഗിവൺ ബൈ y ഈക്വൽ ടു a സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ക്ലിയർ? അവിടെ മൈനസ് കെ എക്സ് വന്നു കഴിഞ്ഞാൽ ദ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. y ഈക്വൽ ടു a സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കെ എക്സ്. അങ്ങനെയാണെങ്കിൽ ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് മൈനസ് മൈനസ് എന്നുള്ളതാണ് പ്ലസ് ആയിട്ട് മാറിയത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ശരിക്കും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ പൊതുവേ ഒരു ഫേസ് ഫാക്ടർ അല്ലേ, അന്ന് മാഷ് പറഞ്ഞില്ലേ ആദ്യത്തെ വീഡിയോയിൽ, +5 എന്ന് വരാറുണ്ട്. അത് ഇനീഷ്യൽ ഫേസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻസ് എഴുതാൻ അറിയണം. പ്രോബ്ലംസ് ഇതിൽ നിന്നും വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ മെക്കാനിക്കൽ വേവ്സ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മെക്കാനിക്കൽ വേവ്സിൽ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയായിരുന്നു? ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഇറ്റ് ഈസ് കോൾഡ് എ ട്രാൻസ്വേഴ്സ് വേവ്. വേവ് കടന്നു പോകുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിന് നമ്മൾ എന്ത് പറയും? ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ വാട്ടർ സർഫേസിൽ ഉണ്ടാകുന്ന വേവ്സ്. ആക്ച്വലി നമ്മുടെ ലൈറ്റ് വേവ് എന്ന് പറയുന്നതും ട്രാൻസ്വേഴ്സ് ആണ്. അതായത് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ മെക്കാനിക്കൽ വേവ്സിന് ഉള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സിത്താറിൻ്റെ ഒക്കെ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ഇപ്പോൾ വാട്ടർ സർഫേസിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ഇതൊക്കെ നമുക്ക് പറയാം. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എങ്ങനെയാണ്? വേവ് കടന്നു പോകുന്ന ദിശയുടെ അതേ ഡയറക്ഷനിൽ തന്നെ പാരലലായിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ഏത്? സൗണ്ട് വേവ്സ്. ക്ലിയർ ആയോ? പിന്നെ അതുപോലെ ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്നത് അവിടെയും നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത്രയാണ് നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. 2009 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അത് 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോയും കൂടെ കാണുക കേട്ടോ.